ഗൈസ് അപ്പം നമ്മുടെ വണ്ടിക്കകത്ത് കയറിയ ഒരു കൊച്ചു നമുക്ക് വന്നതാണ് കേട്ടോ. അതിനകത്ത് തന്നെ കമ്പാണ് കേട്ടോ, കല്ലോ അതിനകത്ത് ലോക്കിന്റെ അവിടെ എന്തോ സാധനം ഇട്ട് തിക്കി അല്ലേ. ഹലോ മച്ചന്മാരെ, അപ്പോൾ ഇറ്റ്സ് മി ദിൽ വ്ലോഗ്സ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗൈസ് അപ്പോൾ രാവിലത്തെ ഫുഡ് നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്നായിരുന്നു. അപ്പോൾ രാവിലെ ഒന്നും വീട്ടിൽ നിന്ന് കഴിച്ചില്ല. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വന്നപ്പോഴത്തേന് നമ്മുടെ ചേട്ടന്മാർ വണ്ടി ഇങ്ങനെ ക്രോസ് കയറ്റി ഇട്ടു. അതങ്ങനെയാണ് കേട്ടോ, നമ്മളെവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ വണ്ടി മുമ്പിൽ കയറ്റി വിടും. അപ്പം ഗൈസ് അപ്പോൾ ഇന്ന് നിങ്ങളോട് വലിയൊരു സംഭവം പറയാനുണ്ട്. അത് ഇപ്പം നമ്മുടെ സ്റ്റാൻഡിലെ സുരേഷ് ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പം ഗൈസ് അപ്പോൾ രാവിലെ സ്റ്റാൻഡിൽ വന്നു, കഴിപ്പെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ് അപ്പോൾ വേണ്ട ഫസ്റ്റ് നമുക്ക് ഒരോട്ടം കിട്ടും. നമ്മുടെ സ്ഥിരം കസ്റ്റമറായ നമ്മുടെ അമ്മച്ചിയാണ് നമ്മളെ വിളിച്ചത് കേട്ടോ. അപ്പം ഇവിടെ വന്നു, കടയിൽ വന്ന് സാധനം വാങ്ങിക്കണം. അപ്പോൾ ഇവിടുന്ന് പിന്നെ വേറെ ഞങ്ങളുടെ മൃഗാശുപത്രിയൊക്കെ പോകണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഗൈസ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൈനീട്ടം ഓട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ വേണ്ട മൃഗാശുപത്രി വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ അമ്മ അങ്ങോട്ട് കയറി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലൊക്കെ കയറിയായിരുന്നു കേട്ടോ. വീട്ടിൽ കയറി എന്നോട് പറഞ്ഞിടാ പിള്ളേരെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കടയിൽ നിന്നൊരു ബണ്ണൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെന്ന് ആ പിള്ളേരെയൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ നേരെ മൃഗാശുപത്രിയുടെ അവിടെ വന്നേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ട് വിട്ടിട്ട് വേണം നമുക്ക് പോകാൻ. ലോങ് ട്രിപ്പ് കിട്ടി കേട്ടോ. അപ്പോൾ എപ്പോഴും കിടന്ന് വേളമാണ് വണ്ടി നോക്കിയിട്ട് എപ്പോഴും വേളമാണ് ഓട്ടോയെ കൊണ്ടുവിടുന്നു. അപ്പോൾ ഒത്തിരി ലോങ് ആയ കാരണം ദൂരം ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വിടത്തില്ല. അപ്പം കഴിച്ചാൽ ഇന്ന് ഏതായാലും ഞാൻ എന്നാൽ ഇച്ചിരി ദൂരമാണെന്ന് പറഞ്ഞാലും കൊണ്ട് വിട്ടേക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഒത്തിരി വളവും തിരിവൊക്കെ ഉള്ള വഴിയാണ്, ഒത്തിരി ദൂരം പോകണം. പിടിച്ചിരുന്നു, ആ വളവൊക്കെ ഉണ്ട്, പിടിച്ചിരുന്നു. ഒത്തിരി ദൂരമുണ്ട്, കിലോമീറ്ററുകളോളം ഉണ്ടായിരുന്നു. നീയല്ലേ? അപ്പോൾ ഒത്തിരി ദൂരമുള്ളതുകൊണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഓട്ടം കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു. ഇപ്പം കഴിച്ചപ്പം കണ്ടല്ലോ. അപ്പോൾ കൃഷ്ണയുടെ നേഴ്സറി നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. എന്നും കിടന്ന് വേളമാണ്. ഞാൻ പറയാം ഞാൻ രാവിലെ പോകുമല്ലോ, അപ്പോൾ അതാണ് നമുക്ക് ആ സമയത്ത് കൊണ്ടുവിടാൻ പറ്റത്തില്ല. കൊണ്ടുവിടും. അപ്പോൾ ഇന്നിപ്പം വന്നപ്പോൾ വേണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി കൊണ്ടുവിട്ടേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവിട്ട ആൾ കേട്ടോ. അപ്പം കഴിച്ച അപ്പം നമ്മുടെ രാവിലത്തെ ചെറിയ ഓട്ടങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഓട്ടം എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റാൻഡിൽ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം പൊതുവെ ഒരു തിരക്കൊക്കെ ആളുകൾ കുറവാണ്. അപ്പം ഗൈസ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾ ഒരിക്കലും മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലുകളിൽ പോയിട്ട് നമ്മുടെ കണ്ണെത്താ ദൂരത്തല്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വണ്ടി മാറ്റി നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടേലും പോകരുത്. അപ്പം ഗൈസ് അപ്പം വേറൊന്നുമല്ല. അപ്പോൾ ഗൈസ് അപ്പം നമ്മുടെ ഇവിടെ കിടന്ന് ഓട്ടോ ഓടിക്കുന്ന സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വൈഫിന് എന്തോ വയ്യാഴികയായിട്ട് പുള്ളി ഒരാഴ്ചയായിട്ട് മെഡിക്കൽ കോളേജിലാണ്. അപ്പം ഗൈസ് അപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങി പുള്ളി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പുള്ളി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നോക്കി നിൽക്കെ പുള്ളിയുടെ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഒരുത്തം വന്ന് കുത്തി പൊളിക്കാൻ നോക്കി. പുള്ളി ഓടി ചെന്നപ്പോഴത്തേന് അവനത് ഇട്ടിട്ട് അവൻ ഓടിയപ്പോഴത്തേന് പുള്ളി ഒരു കല്ല് വലിച്ച് അവനെ എറിഞ്ഞ്. അപ്പോൾ ഗൈസ് എനിക്ക് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളൂ, സത്യം പറഞ്ഞാൽ ഞാൻ പോലും പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ്. അതായത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ഇങ്ങനെ ഇത് നമ്മൾ ചെയ്യരുത്. അതെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സ്, നമ്മുടെ വില പിടിച്ച ഫോണ്, കാര്യങ്ങളൊന്നും നമ്മുടെ ഡാഷ്ബോർഡിലോ നമ്മുടെ വണ്ടിയുടെ ഏത് തരത്തിലുള്ള ലോക്ക് സെറ്റപ്പ് ആണെങ്കിൽ പോലും
നമ്മൾ അതിനകത്ത് വെച്ചിട്ട് പോകുമല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ പലപ്പോഴാണെങ്കിലും ഗൈസ്, അപ്പോൾ എനിക്ക് ഈ ഷർട്ടിന് ഇപ്പം പോക്കറ്റ് ഇല്ലാത്ത ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ മിക്കപ്പോഴും ഞാൻ പേഴ്സ് എടുത്ത് എൻ്റെ ഡാഷ്ബോർഡിൻ്റെ അവിടെയൊക്കെ ഞാൻ വെക്കാറ്. അപ്പോൾ എന്നോട് പലരും ഇവിടുന്ന് തന്നെ എന്നോട് പറഞ്ഞുതരാം, നീ അത് ശ്രദ്ധിക്കണം, ഇവിടുന്ന് തന്നെ പലരുടെയും പണ്ട് പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ പൈസയും കാര്യങ്ങളും എല്ലാം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്ന് എന്നോട് ഒത്തിരി പേര് പറഞ്ഞ. പക്ഷേ ഞാനപ്പം മാക്സിമം കൂടുതൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ടുള്ള ഇതാകുമ്പോഴത്തേനും ഞാൻ പേഴ്സ് കൈ പിടിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് പുള്ളി വിളിച്ച് പറഞ്ഞ് അവിടുന്ന് നോക്കി നിൽക്കുക. പുള്ളി ഇങ്ങനെ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മാറി നിന്ന് ആ ടൈമിൽ തന്നെ ഡാഷ്ബോർഡ് കുത്തി പൊളിച്ച് പൈസ എടുക്കാൻ നോക്കി. അതിനകത്തൊന്നും ഉണ്ടോ ഇല്ലയോ എന്നല്ല, പക്ഷേ അപ്പോൾ പുള്ളി പെട്ടെന്ന് എന്നപ്പോഴത്തേനും ഞാൻ വിട്ടുപോയി. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ ആരും മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ വില പിടിച്ച സാധനങ്ങളൊന്നും നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡിലെ കാര്യങ്ങളൊന്നും നിങ്ങൾ വെക്കല്. നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്കേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ നമ്മൾ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം തന്നെ ആണെങ്കിലും എവിടെയെങ്കിലൊക്കെ വണ്ടി ഇട്ടിട്ട് ഒത്തിരി ദൂരത്തേനും മാറി പോകാൻ വേണ്ടി വരെ നമുക്ക് മടിയാണ്. എന്നുവെച്ചാൽ ഇതൊക്കെ അഴിച്ചെടുത്തുകൊണ്ട് പോകാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ ഗൈസ്, അപ്പോൾ അത് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പം പുള്ളി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഗായ്സ് ഇത് കണ്ടോ, നമ്മുടെ ഓട്ടോയിൽ ഇപ്പം വന്ന ചേച്ചിയുടെ കാർഡ് വെച്ച് മറന്നുപോയി കേട്ടോ. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇനി പുള്ളിക്കാരത്തിൽ വരുമ്പോഴേ ഒന്ന് വാങ്ങിച്ചോ. എന്തൊക്കെ പരിപാടികളാണ് ഗൈസ്. അപ്പോൾ അന്ന് വന്ന ക്ലിനിക്കിൽ നമ്മൾ വീണ്ടും ഓട്ടം വന്നതാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ഓർക്കുന്നോ, എന്നിട്ട് ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞ് പോയി. അപ്പം ഗൈസ്, അപ്പം ഇന്നും ഡോക്ടർ ഇല്ല. അപ്പം ഗൈസ്, അപ്പം വേറെ സംഭവം ഇനിയിപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് കണ്ടോ ഗൈസ്, അപ്പം നമ്മുടെ വണ്ടിക്കകത്ത് കയറിയ ഒരു കൊച്ചനിയത്തി വന്നിട്ട് നമുക്ക് വന്നതാണ് കേട്ടോ. അവളെ ഇടയ്ക്ക് സ്കൂളിലൊക്കെ നമ്മൾ കൊണ്ട് വിടും. അപ്പം 8ലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചോക്കി ഇഷ്ടമാണെന്ന് ചോദിച്ചു. അപ്പോൾ ചോക്കിയോ? ഞാൻ നോക്കിയപ്പോൾ ഈ സാധനം അതായത് നൊസ്റ്റാൾജിക് സാധനമാണ്. അതാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് തിരുന്നുള്ളതെന്ന് വെച്ചേക്കായിരുന്നു. ഇതിൻ്റെ ഇത് ചുമ്മാതെ 10-12 എണ്ണമൊക്കെ വാങ്ങിക്കുമായിരുന്നു. എന്നിട്ട് ഒരുമിച്ചെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് തിന്നുമായിരുന്നു. ചോക്കി ഗൈസ്. അപ്പം അവൾ തന്നാ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്, ഇനി കുറച്ച് കഴിഞ്ഞ് വേണം തിന്നാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം. ഇനിയിപ്പോൾ ഏതായാലും ഇവിടുന്ന് റിട്ടേൺ പോകണം. എന്നാ തീരുമാനം അറിയത്തില്ല. ഇനിയിപ്പം വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് കാണിക്കുമല്ലോന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ചോക്കി തിന്നു നോക്കട്ടെ കേട്ടോ ഗൈസ്. നൊസ്റ്റാൾജി ഐറ്റം. അയ്യോ നാളെ കൊള്ളാം കേട്ടോ. അടിപൊളി. ഇപ്പോൾ ഉച്ചയ്ക്ക് ഗൈസ് അപ്പം കഴിക്കാൻ പോകണം. ഇപ്പോൾ രണ്ടാമതായതുകൊണ്ട് ഞാൻ അവിടെ തന്ന ഒരു 10-15 മിനിറ്റൂടെ കിടന്ന് നോക്കാം, എന്നിട്ട് പോയി കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ചിലപ്പം വേണമെങ്കിൽ ഇങ്ങനെ കിടന്നു പോകും. 1-1.5 മണിക്കൂർ കിടന്നാലേ ഫ്രണ്ടിൽ നോട്ടം കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനങ്ങ് പോകും. ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് കിടന്ന് നോക്കാം. അതന്നെ ലോക്കിനിടയ്ക്ക് എന്തെങ്കിലും സാധനം കയറ്റിയിട്ടുണ്ടല്ലോ. ലോക്ക് തള്ളി വെളിയിൽ വന്ന് ഇതുണ്ടോ വീഡിയോ ചെയ്യരുത്. എനിക്ക് ഞാൻ ഇറങ്ങിയ ഏറെന്ന് പറഞ്ഞാൽ ചെറിയ ഏറല്ല. ഇതുണ്ടോ, ഇത് തള്ളി വെട്ടുണ്ടോ? അതിനകത്ത് തന്നെ കമ്പാണ് കേട്ടോ, കല്ലോ തിരിച്ച് തകർത്ത. അതിനകത്ത് ലോക്കിന്റെ അവിടെ എന്തോ സാധനം ഇട്ട് തിക്കി അല്ലേ? കറക്റ്റ് ഇരുന്നേ കാണുക. ഇവിടെ പൊട്ടി അത് മാറണം. ഇനി അപ്പുറത്തൊന്നും ചെയ്തില്ല. കുഴപ്പമില്ല. ഇത് മാത്രമല്ല ഡോർ ലോക്ക് ഉള്ളത്. ഇത് കണ്ടോ ഗൈസ്, സുരേഷിന്റെ വണ്ടിയുടെ സീറ്റ് കവറൊക്കെ അടിച്ചു കണ്ടോ. എന്നാ സീറ്റ് ഒന്ന് ഇരുന്ന് നോക്കട്ടോ മോനെ. ആഹാ, അംബാസിഡറിന്റെ സീറ്റാന്ന് തോന്നുന്നു. പാലിയോ? ആ മതി. ഫിയറ്റിന്റെ തകടുള്ളതാ, ചെറിയതല്ല, അകത്തും സൂപ്പറായി കേട്ടോ. സീറ്റ് കിണ്ണ സീറ്റാ. ഞാൻ അവിടുത്തെ അംബാസിഡറിന്റെ ആയിരിക്കും ആ കനം കണ്ടപ്പോഴത്തേക്ക്. അപ്പൊ നമ്മുടെ ഇതെത്രയായി സുരേഷേട്ടാ? ഇതെനിക്ക് ഇതിന്റെ ചാർജ് മാത്രമേ ഇതിന്റെ കവർ അടിക്കുന്നുണ്ട്. കവർ അടിച്ചപ്പോ എത്രയായി? കവർ അടിച്ചത് ഫോമിട്ടടിച്ച 1400 ഗൈസ് കണ്ട കിടുക്കൻ സീറ്റാണ്. അപ്പൊ ഫിയറ്റിന്റെ പാലിയോയുടെ സീറ്റാണ് നമ്മൾ സുരേഷനും ചെയ്തേക്കുന്നത്.
അടിപൊളി. ഇതിനകത്ത് നല്ല സ്പേസ് ആണ്. ഇത് കണ്ടത് ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കാന്നുള്ളത് അതിനകത്ത് ഏറ്റവും വലിയ സംഭവം. കിണ്ണാച്ച സീറ്റൊക്കെ അടിച്ച് വണ്ടി സെറ്റ് ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പരീക്ഷ കഴിഞ്ഞ് വന്ന ഇന്നലെ ഇതുണ്ടോ ഞാൻ വന്ന ഇത് പൊളിക്കുമായിരുന്നു മെഡിക്കൽ കോളേജിൻ്റെ അവിടെ. ആ ഒറ്റ ഇറങ്ങി ഓടി ഇത്ര ഒരു കണ്ടോ തേങ്ങ ഒറ്റ അപ്പം കണ്ടോ മെഡിക്കൽ കോളേജിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഡാഷ്ബോർഡ് കുത്തി പൊട്ടിച്ചതാണോ നിങ്ങൾ കണ്ടോ കേട്ടോ. സൂക്ഷിച്ചു. അപ്പം അതാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ പ്രൈമുണ്ട്, ഇവിടുന്ന് സ്ട്രെയിറ്റ് കയറി പോകണം. ഇപ്പോൾ ഈ കാണുന്ന 2 ബോർഡായിരുന്നു പഴയത് പുള്ളിക്കാരൻ ഇരുന്നത് ഈ ബോർഡിൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ നേരെ നമ്മൾ നേരെ അങ്ങ് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം നിലവിൽ ഇരിക്കുന്നിടത്തോട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ENT കാണാൻ വേണ്ടി ഡോക്ടറെ കാണാൻ വന്നതാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ കറക്റ്റ് നേരത്തെ ഡോക്ടർ ഇരുന്നത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വീടുണ്ടായിരുന്നു. അവിടെ 2 ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് PNTയുടെ ഡോക്ടർ ഇപ്പോൾ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. മാറി വന്നേക്കെന്ന് വെച്ചാൽ നമ്മുടെ റവന്യൂ ടവറാണ് ഈ കാണുന്നത് കേട്ടോ. റവന്യൂ ടവറിൻ്റെ അവിടുന്ന് പാർക്കിങ്ങിൻ്റെ അവിടുന്ന് കയറി വരുമ്പം ലെഫ്റ്റ് സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ആ ലെഫ്റ്റ് സൈഡ് വഴി നേരെ കയറി വരുമ്പോഴത്തേന് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതായത് അതിലെയാണ് കയറി വരുന്നത്. റവന്യൂ ടവറിൻ്റെ പാർക്കിങ്ങിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴി നേരെ കയറി വരുമ്പോഴത്തേന് ഇതാണ് ബോർഡ് കണ്ടോ. അപ്പോൾ ഇവിടാണ് ഗൈസ്. അപ്പം പഴയ ഇരുന്നിടത്തല്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടട്ടെ. ഇപ്പോൾ ENTയുടെ ഡോക്ടറാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് സ്ഥലം. ഇനി ആരെങ്കിലും വരുന്നവർ തപ്പുണ്ടല്ലോ, നമ്മൾ കുറേ തപ്പി പിന്നെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് ഇവിടെ വന്നത്. അപ്പം ഗൈസ് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലൊക്കെ ഒന്ന് വരുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടൊന്നും കാണില്ല. നമ്മൾ പല വഴി കൂടെ ഒക്കെ പോകുന്നതാണ്. ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽ കേസാണ് നമുക്ക് എല്ലാവർക്കും ടെൻഷനുള്ളത്, എവിടെ പോകണം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നിങ്ങളിവിടെ വന്നു. ആ ഡോക്ടറിനോട് സംസാരിച്ചത് വെച്ചിട്ട് ഞാൻ പറയാം, അടിപൊളി ഡോക്ടറാണ് കേട്ടോ. ഒരു സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് പാതി കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ENT ആയിട്ടുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെല്ലാം കൊണ്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരെ കേട്ടോ. ഹോൺ അടിച്ചാൽ പോയെ നൈസായിട്ടാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് വന്നിട്ട് പോയത് കേട്ടോ. അപ്പം ഗൈസ് അപ്പം ഇപ്പം കണ്ടല്ലോ. അപ്പോൾ ആ വണ്ടിയിൽ വന്നു പോയത് നമ്മുടെ ബദൽപ്പടി കിടന്ന് ഓട്ടോ ഓടിക്കുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പം ഞാൻ വണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഫോണിനകത്ത് ഞാൻ വേറെ കാര്യം ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ അങ്ങോട്ട് പോയി. അപ്പോൾ എന്നെ കൈ കാണിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ആ വഴി പോകുന്ന ആളായിരിക്കും, തിരിച്ച് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ തിരിച്ചു വന്നു. അപ്പം ആ ചേട്ടന് നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ടൊരു വണ്ടി എടുക്കാൻ പോവുക. അപ്പോൾ ആ വണ്ടിയുടെ പണി കഴിഞ്ഞ് വണ്ടി ഇറക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ട്, എൻ്റെ വണ്ടിയുടെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറയാൻ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വിളിക്കും. അപ്പോൾ ഞാൻ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം സത്യം പറയാൻ അതൊന്നും നമ്മുടെ ഈ ഒരു ഫോണായ കാരണം എനിക്ക് പെട്ടെന്ന് എടുത്ത് അവരോട് സംസാരിക്കുമ്പോഴേ ഫോണും എടുത്തുകൊണ്ട് അവരെ വെച്ച് കാണിച്ചുകൊണ്ട് നിൽക്കാൻ പെട്ടെന്ന് ടൈം കിട്ടുന്നത് എൻ്റെ മനസ്സ് വരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു ക്യാമറയുടെ ഇത് ആവശ്യമുണ്ട്. ഫുൾ ടൈം റെക്കോർഡാകുന്ന രീതിക്ക് ഒരു ക്യാമറ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം നടക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് പോകും കേട്ടോ. അപ്പം ഗൈസ് അപ്പോൾ
അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മളങ്ങനെ ഓട്ടങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാത്തതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കൂടുതലും ഓട്ടം വന്ന് കയറുന്ന മൊത്തം ലേഡീസാണ്. അപ്പം നമ്മളെപ്പോഴും ഫോൺ ഇങ്ങനെ ഇപ്പം നമ്മൾ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോണിലെടുക്കുമ്പോൾ നമ്മൾ ക്യാമറ എപ്പോഴും ആളെ ഫേസ് ചെയ്ത് കാണിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, മനസ്സിലായില്ലേ? പല പ്രായത്തിലുള്ളവർ പിള്ളേരാണെങ്കിലൊക്കെ ഒന്ന് കയറുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാകും. അപ്പം അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ മാക്സിമം അങ്ങനത്തെ ഉള്ളതൊന്നും ഞാൻ കാണിക്കാത്തത്. അപ്പം ഗൈസ്, അപ്പോൾ ഇന്നും അത്യാവശ്യം ഓട്ടം ഉണ്ടായിരുന്നു. തിരുവല്ല ഹോസ്പിറ്റലിൽ നമ്മൾ 2 പ്രാവശ്യം പോയി. പിന്നെ അതല്ലാതെ പിന്നെ അല്ലറ ഓട്ടങ്ങളൊക്കെ നമ്മൾ പോയി. അപ്പം ഗൈസ്, അപ്പോൾ എന്തായാലും നല്ല ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നിങ്ങളെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മൾ ഈ തിരക്ക് കയറിയ ഹോസ്പിറ്റൽ, അതായത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല് അങ്ങനെയുള്ളിടത്തൊന്നും പോയി നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വണ്ടിയിൽ നിങ്ങൾ സൂക്ഷിക്കരുത്. അപ്പം അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കരുത്. സൂക്ഷിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലോ, വണ്ടി എനിക്ക് തോന്നുന്നത് എന്താ കമ്പിയോ അതാണ്ടൊക്കെ സാധനം ഇട്ടാണ് അത് കുത്തി പൊളിക്കാൻ നോക്കിയത്. അപ്പം പോയാൽ നമുക്കേ പോകത്തുള്ളൂ, നമ്മുടെ വണ്ടിയും പോകും, നമ്മുടെ എന്തെങ്കിലും മുതലും പോകും. അപ്പം ഗൈസ്, അപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചോണം. അപ്പം ഗൈസ്, ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ഗൈസ്, ബൈ.